4 പെണ്ണിനെ. പക്ഷെ എല്ലായിടത്തും കാക്കിലും അരിയ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ കൊടുക്കണം. 4 പെണ്ണിനും ബന്ധപ്പെടുകയും പോകണം. നോക്കാനുള്ള ഇത് വേണം. അല്ലാണ്ട് വെറുതെ അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഒരു യാതൊരു കാര്യമില്ല. കൊപ്പരക്ക് പെണ്ണുങ്ങൾക്ക് അവകാശമുണ്ട്. എനിക്കിത്ര മാറ് വേണമെന്ന് പണ്ടുള്ള ആളോട് ചോദിക്കുക. ഇപ്പം എല്ലാം ഇപ്പം യൂട്യൂബ് എല്ലാം വന്നിന്. ഒരു വീട് എടുക്കുമ്പോൾ ആശാരിനോട് കുറ്റിയടിക്കണം. പുറമുള്ള പോലെ തന്നെ അടുക്കള വരെ കാണണം. തെക്ക് വടക്ക് പിന്നെ പടിഞ്ഞാറ്. ഇപ്പം എല്ലാം എഞ്ചിനീയറല്ലേ. നല്ലോണം കളിക്കല്ലാനാ പറഞ്ഞിട്ട് പെണ്ണിൻ്റെ പൈസയും വാങ്ങിയിട്ട് സ്വന്തം ഉപ്പിയും ഉമ്മിയും മരിച്ചാൽ പോകരുതെന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല. കാരണം നമ്മൾ വിലക്ക് വാങ്ങുന്നതാണ്. ഇട്ടി പോകുമ്പോൾ ഇത് വലിയ LED TV കണ്ണൂരിൽ പോകുമ്പോൾ നമ്മൾ മൂത്രയിക്കുന്നു, നിസ്കരിക്കുന്നു. അത് CCTV കള്ളൻ. പള്ളിയിൽ ആരായി കള്ളം കയറല്? ഹിന്ദുക്കൾ കയറണ്ട. ആരും കയറണ്ട. ഒന്നും കയറുന്നില്ല. പിന്നെ ഹിന്ദുക്കളെല്ലാം ഇതാവും. കൂടുതൽ മുസ്ലിങ്ങളാണ് ഈ കള്ളും കുടിച്ച് ഇങ്ങനെ നടക്കുന്നു. കല്യാണം കഴിക്കും, പൈസയും പോക്കും. അപ്പം ആ കുടുംബത്തിൻ്റെ ഇത് നോക്കി കൊപ്പരക്ക് വില കൊള്ളുമ്പോൾ നമ്മൾ മാറ് കൊടുത്തിട്ട് ഇങ്ങോട്ടാ വാങ്ങണ്ടേ. ഒരേ അച്ചുകൂട്ടി കയറിയല്ല വേണ്ട. തിന്നും കുടിക്കും, 45 ദിവസം പോറ്റണം. ഇതൊന്നും വെറുതെ കിട്ടുന്ന സാധനമൊന്നല്ല. കിടക്ക ഓരോ കീറിയിട്ടങ്ങ് ചാടും. ഇവിടെ AC വേണം, 2 ബൾബ് വേണം. രാവിലെ രാത്രി ചിക്കൻ പൊരിച്ച വേണം. ഇതെന്നാ ഉപ്പില്ലേ വിളിച്ചങ്ങ് ചാടൂ. എന്തിനു ചാടുന്നു? ഞാനും കല്യാണം കഴിച്ചിന്. ഞാൻ ചോറ് തിന്നല, അള്ളാൻ്റെ ചോറ്. രാത്രി പോയ പകല് പിന്നെ കുളുത്ത് ചോറുന്നതും കുറച്ച് കട്ടൻ ചെയ്യും. ഞാൻ 5 പൈസ വാങ്ങിയിട്ടൊന്നുമില്ല. ബസ്സിന് തലയടിച്ചിട്ട് വരെ ഞാനിങ്ങനെ ആക്കിന്. ഭക്ഷണം വെക്കുമ്പോണ്ടല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും എത്തി, വിരുന്നുകാർക്ക് എത്തി. പക്ഷെ ഞാനെന്താ പറയാന്നറിയുക, അള്ളാ ഇത് ഹറാമായ ഭക്ഷണമാക്കല്ലേ, ഹലാലായ ഭക്ഷണമാക്കണേ അള്ളാ. എൻ്റെ മോൻ്റെ രോഗം എല്ലാം മാറണേ അള്ളാ. പിന്നെ എല്ലാവരും രോഗവും നീ മാറണേന്ന്. അപ്പം എല്ലാവരും രോഗവും പോവും. ഓള് പൈസ കൊടുക്കും, ഞാൻ കഞ്ഞി കൊടുക്കും അല്ലെ ചോറ് കൊടുക്കും. ഫാത്തിയും കിട്ടും. എന്നിട്ട് പിറ്റേന്ന് വന്നിട്ട് വളരെ ഓറുണ്ട് അവിടെ. അത് എന്തോ അസുഖങ്ങൾ, അത് ഞരമ്പിൻ്റെ അസുഖം. എന്നാൽ അന്ന് ഓറ് ആ കഞ്ഞി വെച്ച് തന്നിട്ടില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചാവും കേട്ടാ. എല്ലാം സോറി, മാപ്പ് പൊരുത്തപ്പെട്ടാ. പട്ടിണി കിടന്നിട്ട് മരണപ്പെടും. എനിക്ക് ചെറിയ അഭേദം പോയി നിന്ന്. നമ്മളിപ്പോൾ ബാങ്ക് കൊടുത്താലും പിന്നെ ഇതാ നിസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ ഈ 2 കൈ ഇങ്ങനെ വെക്കണം. അള്ളാഹു അക്ബർ. പിന്നെ കൈക്കേട്ടൽ നഞ്ഞിരുന്നില്ല. ഈ വിരൽ ഇങ്ങനെ പൊക്കിന്, ഈ വിരൽ ഇങ്ങനെ പൊക്കിനാക്കിയിട്ട് ഇതാ ഇങ്ങനെയാണ് ചെല്ലണ്ടത്. ഇതാ അള്ളാഹു അക്ബർ. പിന്നെ സുജൂദിൽ പോകുമ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. പിന്നെ അത്തേത്തിലിരുന്നാൽ ഇങ്ങനെ ചൂണ്ടുക, കൈക്ക് തന്നെ നോക്കുക. ഇല്ലല്ലാന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് അനക്കവും പോകണം. പറഞ്ഞാൽ മനസ്സിലായാണ്. നമ്മളെ അരി വെച്ചിട്ടാണ് ചോറാക്കുന്നത്. ആ ചോറ് പിന്നെ ആക്കിയാൽ അത് അരിയാവും. അതേസമയത്ത് വെയിലത്തിട്ടാട്ടെ കാക്ക കൊത്തിക്കൊണ്ടു. കാക്ക നോക്കിയാലോ പൊരിയോ. അതാണ് അള്ളാൻ്റെ കുതിരത്ത്. ആരോട് വേണ്ടിക്കും കളിച്ചോ, അള്ളാഹിനോട് മാത്രം കളിക്കണ്ട. അള്ളാഹു അക്ബർ. മുഹമ്മദ് നബി. ബിസ്മില്ലാഹി റഹ്മാൻ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പം ബിസ്മില്ലാഹി റഹ്മാൻ എന്ന് പറയും ചൊല്ലണം ഭക്ഷണം കഴിക്കുമ്പോൾ. അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ ചോറാ.
നമ്മളെ നാവിന്ന് വീണതോ ബടക്ക് സ്ഥലത്തുനിന്ന് എടുക്കണമെന്നില്ല. നമ്മളെ കൈവന്ന് നല്ല സ്ഥലമാണെങ്കിൽ അത് പുറക്കി തിന്നണം, അല്ലെങ്കിൽ രോഗമാക്കിയാൽ മാറ്റിത്തരൂല. എന്തെന്നാന്ന് നമ്മൾ രാവിലെ തന്നെ കുടിക്കുന്ന ചായയും കുടിക്കും, ഉച്ചക്കത്തെ ചോറ്റിനും അതിൽ ചോറും തിന്ന്, പിന്നെ ഒരു വൈകുന്നേരത്തെ ചായ അല്ലേ, വൈകുന്നേരത്തെ ചായക്ക് നല്ലോണം ഇഷ്ടം പോലെ തിന്നിട്ടില്ല ആപ്പിളുള്ളൂ. പിന്നെ 12-13 മണിക്കൂർ ഈ ഒന്നും ആവില്ല. അത് 30 നോമ്പ് നോറ്റ അവരെ കള്ളുകൂടിയും കഞ്ചാവ് വലിയൊക്കെ നിൽക്കും. നമ്മൾ പള്ളിയിൽ പോയിട്ട് 5 നേരം നിസ്കരിച്ചാൽ നമ്മളെ കൈയും മുഖവും കാലും നല്ല വൃത്തിതാ. നോക്ക്, ഇപ്പം സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് കറുപ്പടിച്ച് കുളി ഒഴുകാതെ പോട്ട് ഇങ്ങനെ ഉണ്ടാവും. നഖം ശരിക്കും മുറിക്കണം. ഞാൻ ഇത് വ്യാഴാഴ്ച മുറിച്ചതാണേ. ഇങ്ങനെ മുറിക്കണം. നമ്മൾ പാവപ്പെട്ടയാളെ അജ്ജാന്ന് വെള്ളിയാഴ്ച, പാവപ്പെട്ട അജ്ജാന്ന് വെള്ളിയാഴ്ച 3 പള്ളിയിൽ വെള്ളിയാഴ്ച പള്ളിക്ക് പോയാൽ ദീനിന്ന് പുറത്താണ്. ഒരാളോട് ഒരു മുസ്ലിമിനെ സ്വലാത്ത് ചൊല്ലാണ്ട് മടക്കോ ഇല്ലെങ്കിൽ അപ്പാട് പുറത്താണ്. അസ്സലാമലൈക്കും നല്ലത് വരട്ടെ അത് പറഞ്ഞാൽ അല്ലേ പറഞ്ഞവന് മാത്രം കിട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് വെച്ചാൽ റഹ്മത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ വബറകാതുഹു എന്ന് പറഞ്ഞാൽ എല്ലാവരും റഹ്മത്തും ബർക്കത്തും തരട്ടെ എന്നാ. ദിവസം 10 പിന്നെ നോമ്പിന് മരണപ്പെട്ടല്ല ചോദ്യം കുറയുന്നുള്ളൂ. പക്ഷെ മുത്തുനബീൻ്റെ മുകളിലും 10 സലാത്ത് ചൊല്ലിയാൽ ഒരു സലാത്ത് ചൊല്ലും. നാളെ നമ്മൾ കാണോ ഇല്ലയോ എന്നറിയില്ല. അല്ലാഹ് പറഞ്ഞു, അസീസേ നീ പോട്, ബാ എൻ്റെ അടുത്ത് പോണം. അത് രോഗവും ഒന്നും വേണ്ട, അല്ലാഹ് വിളിച്ചാൽ പോകാണ്ടിരിക്കൂല. അതുകൊണ്ടാണ് മക്കളെ ഒരു 10 സലാത്ത് ചൊല്ലണം. മക്കളെ നിങ്ങൾ 10 സലാത്ത് ചൊല്ലിയാൽ ഒരു സലാത്ത് നബി ചൊല്ലും. നമ്മൾ മരണപ്പെടുമ്പോൾ നമ്മൾ മരണപ്പെടുമ്പോൾ മലക്കുകളുടെ തൊണ്ട കാറും മക്കളെ. എന്നിട്ട് വെള്ളം ഒഴിച്ച് തരും. അങ്ങ് 6 മണിയിൽ പോയിട്ടാകുമ്പോൾ ആ ചോദ്യം പറഞ്ഞു തരും. പിന്നെ നമ്മൾ സ്വർഗത്തിൻ്റെ വാലവും കെടുത്തിത്തരും റഹ്മാന അല്ലാഹ്. മക്കളെ നിങ്ങൾ അള്ളാൻ്റെ മക്കളല്ലേ മക്കളെ, അള്ളാനെ മറിഞ്ഞ് കളിക്കാൻ കഴിയില്ല മക്കളെ. ഒരു പനി വരുന്നതും കൊടുക്കുന്നതും അള്ളാഹ് ഉള്ള ആൾക്ക് ഇഷ്ടംപോലെ കൊടുക്കും. പട്ടിണി എടുക്കുക, ഇല്ലാത്ത ആളെ പരീക്ഷിക്കും, കുറേശ്ശനെ എടുക്കും, കുറേശ്ശനെ തരും. പരീക്ഷിക്കുന്ന നമ്മളെ മുത്തുനബീനെ പരീക്ഷിച്ച പോലെ, അല്ല സോറി ഇബ്രാഹിം നബീനെ പരിചയപ്പെട്ട പോലെ. ഇത് എല്ലാവർക്കും എത്തും ഒരിക്കലും. എടാ നബീസ് ഒരു കാസേർ അരിയോട്ടനല്ലേ അരസേറ് ബായ്പന്ന് അരി വാങ്ങിയാൽ കൊടുക്കണം. ഇതിപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടല്ല. പണ്ടെല്ലാം എഴുതിരിയത്തിക്കല്ലേ ഇഷ്ടത്താന്ന് കിടക്കല്ലേ. കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിലേ കണ്ണിൻ്റെ വില അറിയാവുക. 2 ദിവസത്തെ ഇറ്റത്ത് കിടക്കുക, അന്നേരം തിരിയുക. നമ്മളെല്ലാം ഇതാ നോക്കണം. വഴി കഴിയുമ്പം പിന്നെ ഇത് മഴ പെയ്യുമ്പോൾ എന്തൊരു ഇടിയാന്ന് പൊട്ടി വീണിട്ട് യാഹോലോ കൂവത്തോ ഇല്ല. ഇപ്പോൾ ഇടിയില്ല, ഒന്നുമില്ല, മിന്നിനെ പേടി. പണ്ടെല്ലാം മെഴുകുതിരിയാന്ന്, അല്ലാണ്ട് കറണ്ടൊന്നുമില്ല. ഇപ്പം എല്ലാം ഈ കറണ്ടെല്ലാം വന്നിന്, മൊബൈലെല്ലാം വന്നിന്. ഒരു ചെറിയൊരു ഫോൺ അടിക്കാൻ 10,000 രൂപ 15,000 രൂപ കൊടുക്കണം. പണ്ടല്ലേ നമ്മൾ സിനിമാ മംഗളെല്ലാം ഇങ്ങനെ ഒന്നിച്ച് നോക്കിയ രാഷ്ട്രദീപ. ഞാൻ പേപ്പർ പണിയും വിളിച്ച്. ഞാൻ പഠിക്കാൻ വേണ്ടി ഡിബോണർ ഫാൻറ്റസി സ്റ്റാറ്റിസ്റ്റി മെൻസ് ക്ലബ്ബ് പ്രവേശനത്തിൽ നിന്ന് പിടിച്ചു. ഞാൻ എന്നിട്ട് പറഞ്ഞു കൊടുത്ത്. ഞാൻ പറഞ്ഞു 3 രൂപ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിന് പോരെ. അങ്ങനെ എടുത്തിട്ടില്ല. നോക്കുമ്പോൾ എൻ്റെ ദിനേശൻ്റെ മോനോട് കളിക്കണ്ടേ എന്ന്.
എന്തിനേ ഈ കക്കുന്ന് കട്ടിച്ചെന്നാ കിട്ടുന്നു ആടിയിടിയെല്ലാം ആക്കുക സെക്കൻഡ് ഹാൻഡ് പെണ്ണ് പറ്റൂല സെക്കൻഡ് ഹാൻഡ് പറ്റൂല എന്നിട്ടാന്ന് ആരും അറിയാണ്ട് കല്യാണം കഴിക്കുക. ആ രക്തം അവിടെ തന്നെ ഉണ്ട്. അത് ഒഴിവാക്കണം 3 തലാഖ്. എന്നിട്ടാന്ന് ഇങ്ങനെ ഒഴിവാക്കണ്ടേ, അല്ലാണ്ട് കിട്ടും പോലെ ഒഴിവാക്കല്ല വേണ്ടേ. പെണ്ണിന് കുട്ടികളാവൂല, അങ്ങനെ ആവൂല. ഖുർആൻ പഠിക്ക് 47, 48, 49 നോക്ക്. ഇപ്പം അല്ലേ എൻജിനീയറല്ലേ, ഒരു വീട്ടിൽ കൂടെ അല്ലേ പോയി. എന്നിട്ട് ഏതാ കിബിലാന്ന് ചോദിച്ചാൽ ആരാന്നും പറഞ്ഞില്ല. കിബില ഞാൻ പറഞ്ഞു ഇവിടെയാന്ന്. എന്തിനാന്ന് ഒരു ഫാത്തിയെങ്കിലും ഓതുമ്പോൾ ഫാത്തിയെ തന്നെ ഉണ്ട് അള്ളാഹു എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ എന്ന് ഉണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം കൃത്യമായിട്ട് ഇതാക്കണം. നമ്മളെ SKSFിൻ്റെ പള്ളീൻ്റെ ഉണ്ടില്ല, ഫസ്റ്റ് 4, പിന്നെ 5, പിന്നെ 4, 8. ഇപ്പം 2026 വരുന്നത്. കേമന്നാളെന്ന് നടക്കും. ഒരാളുണ്ട് മോളിൽ നിന്ന് വരുന്നത്. വെള്ളിയാഴ്ച തന്നെയാണ് വരിക. കേമന്നാൾ നടക്കും. മുസ്ലിങ്ങളെ എണ്ണം കൂടും, അത് ഉറപ്പാ. അത് വെള്ളിയാഴ്ച പോലെ ഒരാഴ്ച പട്ടിണിയാ. ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജീവിച്ചോ, അല്ലേ പോയിട്ട് മരണപ്പെട്ട 10 സലാത്ത് എഴുതിച്ച് കിടക്കുക. ചുരുങ്ങിയൊരു 10 സലാത്ത് അത്രയേ ഉണ്ട്. ഞാൻ കണ്ണൂർ പോവുക. ഇവിടെ എൻ്റെ ഏട്ടൻ്റെ മോളെ കല്യാണത്തിന് ഫോട്ടോ എടുക്കുന്നു, പിന്നെ വീഡിയോ, പിന്നെ ഇങ്ങനെ. ഞാൻ പറഞ്ഞിങ്ങ ഇതാരാന്നറിയാം, എൻ്റെ മോളാണ്, ഏട്ടൻ്റെ മോളാണ്. ഇത് പള്ളിയാണ്. നിങ്ങൾ കുറേ സമയം ഇത് ഫോട്ടോയിൽ എടുക്കുന്നു കേട്ടാ. പോരാത്തതിന് വീഡിയോ, പോരാത്തതിന് ലൈറ്റ് അടിക്കുക. ഇതെന്നാ കല്യാണ വീടാ. കളി വെറുതെ കളയണ്ടേ, കളി. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടാ, എൻ്റെ മോളായിട്ടൊന്നല്ലേ കേട്ടാ. ഇനി ആരും അങ്ങനെ വീഡിയോ പള്ളിയിൽ നിന്ന് എടുക്കാൻ പാടില്ല കേട്ടാ. നെഗല് കാണുന്നുണ്ടാന്ന് കേട്ടാ. ഇത് ഇപ്പോൾ കൊറോണ പിടിച്ചതിന് വാട്സപ്പിൽ, യൂട്യൂബിൽ എന്തിനേയും നെഗല് കാണുന്നുണ്ടല്ലേ. ഞാനും കാണണ്ടപ്പാ, നമുക്ക് സുഖം. ഇപ്പോൾ TV ഒന്നുമില്ല. പണ്ടല്ല നമ്മളെ TV കാണിക്കുന്നില്ല, മൊബൈലിൽ കാണുന്നില്ല. ഇപ്പം എല്ലാവരെയും കാണാം. മരിച്ചാളെ ഫോട്ടോ വരെ അങ്ങനെ സ്റ്റാറ്റസിലും ഇതൊന്നും വെക്കാൻ പാടില്ല. ജാസിൻ്റെ കള്ളാസൊന്നും ഇത് വെക്കാൻ പാടില്ല. ആണുങ്ങൾക്ക് ഈ ചെറുപയറുള്ള മക്കളെ നിങ്ങൾക്ക് ഇതാവും. അള്ളാനെ മറിഞ്ഞ് കളിക്കരുത് കേട്ടാ. പണ്ടെല്ലാം നെയ്ച്ചോറ് ഇറച്ചി തന്നെയാന്ന്. പിന്നെ ആണ്ടിൻ്റെ പറഞ്ഞ് തേങ്ങാച്ചോറ് ഇറച്ചിക്കറി രാവിലെ വരെ ഉണ്ടാവും. വയലെന്ന് വെച്ചാൽ ലേലം വിളിക്കല, കട്ടൻ കാപ്പിയെല്ലാം ഉണ്ടാവും. അത് ലേലം വിൽക്കുക, കുടിക്കുക. ഉമ്മാൻ്റെ അസുഖം ഉമ്മാനെ കാക്കണേ അല്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി. നമ്മളെ അയൽവാസി കുടുംബക്കാർ എന്ത് പറഞ്ഞാലും, എന്ത് ചീത്ത പറഞ്ഞാലും, അതോ അടിച്ച് പുറത്താക്കിയാൽ ആടെ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. ഇവിടെ നാണക്കാടാ, പക്ഷെ ആടെ പരലോകത്ത് നല്ല കാര്യം. അതാർക്കും അറിയില്ല, ഒരു കുട്ടിക്കറിയില്ല. ബസ്സിന് വരെ അനക്ക് ഇതാക്കിയിട്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ രക്ഷപ്പെട്ടെ. എന്നിട്ട് ഏതോ നാട്ടുകാരെ കൊണ്ട് പോയെ. എന്നിട്ട് കൂടാളി റൂമിലിട്ടിട്ടാണ് ഉമ്മാൻ്റെ സ്ഥലം എല്ലാവരും വിറ്റ് 8000 രൂപയ്ക്ക്. ഇപ്പം ഈ സ്ഥലത്തിന് 1.5. അത് അള്ള തോന്നിച്ചോണ്ട് മാത്രം ഞാനിങ്ങനെ ആക്കീനി. ഇത് അള്ള തന്നെ. എന്നിട്ടാണ് എനിക്ക് മോനെയും തന്നെ, 1ാം നമ്പർ മോനെ 8ാം ക്ലാസ്സിൽ പഠിക്കും. ഞാനേ ചേർത്തിന്. എത്ര ഉസ്താദ് ഉണ്ടെന്നറിയുക. ഇത് ഇവിടെ ഫാത്തിമ മൂസഫൈസ എത്രയാ ഉസ്താദ് വന്നേന്നറിയാം. ഞാൻ കുറേ ആളെ പനിയെല്ലാം മാറ്റി കൊടുത്ത്, പനി സുക്കടൊക്കെ മാറ്റി. എൻ്റെ മോള് ജസ്സിലാട്ടൻ്റെ മോളാണ്. വാടക ഞാൻ വരെ ഇവിടെ നിന്ന മോളെ. അപ്പം എന്താണെന്ന് വെച്ചാൽ സഹായിക്കുക. എന്നിട്ട് പിന്നെ ഒരു വീടായി, വീട്ടിൽ കൂടെ. അപ്പം രാത്രി എന്നാൽ കഴിയാണ്ട് വരണ്ടെന്ന് പറഞ്ഞു. ഇവരെല്ലാം പോയി, എന്നെ കൂട്ടിയിട്ടൊന്നുമില്ല. അൽഹംദുലില്ലാ അങ്ങനെ ആയില്ലേ. കുറേ ആളെ രോഗമെല്ലാം ഞാൻ മാറ്റി. പക്ഷെ എനിക്ക് പൈസ വാങ്ങിക്കൂടാ.
അന്നേരം ചോദ്യത്തിന് ഉത്തരം പറയില്ല. പണ്ട് ഉമ്മ ഉള്ള സമയത്ത് ഇങ്ങനെ ഉമ്മ നോക്കുമ്പോൾ ഇതുണ്ട്, തോട്ടിൽ മുഖമൊക്കെ ആയിട്ട് വരുമില്ല. പണ്ട് നമ്മൾ പറയും അങ്ങോട്ട് പോകുമ്പോൾ ഒന്നുമില്ല, ഇങ്ങോട്ട് പോകുന്നില്ല, എന്നാ പപ്പടം അതുപോലെ. എന്നിട്ട് ഞാൻ നേർച്ച കൂട്ടി, എന്നിട്ട് ആ പയ്യെ നോക്കുമ്പോൾ ഇത്താത്ത ഞാൻ പറഞ്ഞു അതിന് എനിക്ക് പൈസ വേണ്ട, എനിക്ക് ആളെ കാണിച്ചു തന്നാൽ മതി. എന്നിട്ട് ഇത്താത്താൻ്റെ ആട്ടുമ്മ ഇത്, എന്നിട്ട് ആളെയും കാണിച്ചു തന്ന ആ ഇത് പെപ്സി മറ്റേ കൊക്കക്കോല മറ്റേതല്ല. ഈ പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ആരാന്നും ഞാൻ പറയുന്നില്ല, പെണ്ണുങ്ങളൊന്നും ഞാൻ പറഞ്ഞു ഉമ്മയെല്ലാം നേർച്ച കൂട്ടി. ഓന് മട്ടന്നൂരിൽ പോയിട്ട് പെപ്സിയും കൊക്കക്കോലയും കള്ളും കുടിച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഞാൻ പൊരുത്തപ്പെടും. ഒരിക്കൽ ഞാൻ ഒന്നും അയ്യോ ഒന്നും പറയണ്ട, അന്ന് വയ്യാന്നും ഇതാക്കിയ നിങ്ങൾക്കറിയാം, തലയും മേലോട്ടാക്കിയിട്ട് പോന്നേ. മുത്തുനബിയുടെ 10 സലാത്തിൻ്റെ വർക്കത്തോട്ട് നിന്നതാ. ഇപ്പം ചെറിയൊരു അസുഖം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിച്ചാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ അള്ളാഹിനെ കാത്ത് രക്ഷിക്കൂ. ആ ഇറ്റിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പള്ളിയിൽ പോയി. എന്നിട്ട് പറഞ്ഞല്ലോ, ഞാൻ എന്നിട്ട് ആടെന്ന് പറഞ്ഞു, എല്ലാവരും കരയുന്നു, അറിയാവാ അള്ളാ നിൻ്റെ നീ എനിക്ക് രോഗം നിൻ്റെ ചോറ് തന്ന് വെള്ളം കുടിച്ച് രോഗം തന്ന് മാറ്റി. പിന്നെ എന്തിനാ അപ്പാട് ഞാൻ ടി വി ഓഫ് കയ്യിൽ കളഞ്ഞില്ല. പിന്നെ എന്തിനാ അള്ളാ എന്നെ കൂട്ടിപ്പോയിന്, അന്നെ അങ്ങ് എടുത്തുവിടുക നിൻ്റെ അടുത്ത്. എനിക്ക് ഇപ്പം അരിവ് നിസ്കരിക്കും, അല്ല നിങ്ങൾ തീരുമാനിക്കുക. നിൻ്റെ പേരല്ല അബ്ദുള്ള. പെട്ടെന്ന് നിന്ന് മമതാക്കാൻ്റെ വണ്ടി അദ്ദേഹം ഇല്ല, ഓരോ മരണപ്പെട്ടു. എന്നിട്ട് വന്നിട്ട് ഞാൻ ഷനാസ്കിയും പോയിട്ട് ഒന്നിച്ച് പണ്ട് മാണിയൂർ ഉസ്താദല്ല എല്ലാ ഉസ്താദും എല്ലാവരും സഹസിരിക്കും. അള്ള ഒരാളെ ആമീൻ സ്വീകരിച്ചാൽ മതി എന്നാ പറയുന്നത്. ആൾ ഞാനാ എത്ര അടിച്ച് എന്നാ ആംബുലൻസ് കാറ് കുമ്പത്തുന്നല്ലോ, അവരെ ക്ലാസ് വരെ എനിക്കൊന്നും അയറ്റുന്നില്ല. മലക്കൾ അങ്ങ് കണ്ണിൽ പോകുമ്പോൾ ഒരു കുട്ടിയില്ല, വെട്ടനെ വന്ന് ഞാൻ അപ്പാട് ഇങ്ങനെ നിന്ന് ഓടുകയും ചെയ്യില്ല. അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹ്. അപ്പാട് ജയശട്ടിനെ മലക്കുകളെ അയച്ച് അവിടെ ക്ലോക്ക് റൂമിൽ അവരുണ്ടായിട്ട് രക്ഷപ്പെട്ട. അതുകൊണ്ട് അള്ളാഹിനെ മണർന്ന് കളിക്കുക. ഇപ്പം മഴവില്ലുണ്ടാ നക്ഷത്രമുണ്ടാ ഇതുണ്ടാ. സൂര്യഗ്രഹണത്തിന് എന്തിനാ പുറത്ത് പോറെന്ന് പറഞ്ഞാൽ കണ്ണുപൊട്ടിപ്പോവും. പിന്നെ ഇത് എക്സ്ട്രാ ക്ലാസ് ഇട്ടിട്ട് പിന്നെ എന്നപ്പോൾ എക്സ്ട്രേൻ്റെ ക്ലാസ് ഇട്ടിട്ട് ഇത് ടി വിയിലും കാണാം, നേരിട്ട് കാണാൻ പറ്റും. അതും തെറ്റാന്ന്. എന്താണെന്നറിയാമോ മക്കളെ, സൂര്യൻ ചന്ദ്രൻ എല്ലാം ഒരു ഉമ്മ പെറ്റ മക്കളാണ്. അതായത് ചന്ദ്രലേഖ എന്ന് പറയും. പണ്ട് ഞാനത് പഠിച്ചതാണ്. അതേ സൂര്യ ഇങ്ങനെ ചന്ദ്ര ഇങ്ങനെ വരഞ്ഞിട്ട് രാത്രിയാകുമ്പോഴേക്ക് പകുതി ഉണ്ടാവും. അതിൻ്റെ അകത്ത് ശരിക്കും ശ്രദ്ധിച്ചട്ടെ, ഉമ്മയും കുട്ടികളുണ്ട് അതിൻ്റെ അകത്ത്. അത് ഞാൻ നടക്കുമ്പോൾ അങ്ങനെ തന്നെ നടക്കും. വേറെ അതാന്ന് അള്ളാൻ്റെ കുതിരത്ത്. ഒരു പനി വരുത്തുന്ന ആളുടെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നാളെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കിടക്കേണ്ടതാണ്. കുറേ ആളെ പിന്നെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇന്നും പറഞ്ഞു അവർക്ക് 60 ലക്ഷം ഉറുപ്പിയോളം കടമുണ്ട്. അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കടവും എല്ലാം മാറ്റി കൊടുക്കട്ടെ. കുറേ ആളെ ഇതിൻ്റെ ഒരു പാവപ്പെട്ടയാൾക്ക് ജോലി വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. റഹ്മാനായത് ഇത് നല്ല ദിവസമാണ്, പിന്നെ മുഹറം മാസമാണ്. റഹ്മാനായനാഥ അല്ലാ, ഈ ഉള്ളവൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ നീ എല്ലാവരുടെ പ്രാർത്ഥന നീ കേൾക്കണേ അല്ലാ. ഈ മുഹറം മാസത്തിലെ പ്രാർത്ഥനക്ക് എല്ലാവർക്കും നല്ല ഹക്ക് കൊടുക്കണേ റഹ്മാനായനാഥ അല്ലാ. ഹജ്ജിന് പോകുന്നുണ്ട്, അവർ ഹജ്ജിന് സഫലീകരിക്കണേ അല്ലാ. പോയി വന്നാളെ എല്ലാവരും ഹജ്ജിന് സ്വീകരിക്കണേ അല്ലാ. നമ്മളെ ഉപ്പ ഉമ്മ എല്ലാവരും മരണപ്പെട്ടു പോയിനല്ല. കുടുംബക്കാർ ചങ്ങായിമാരല്ല, അവരെല്ലാവരുടെ സ്വർഗം നീ പൂന്തോട്ടമാക്കി കൊടുക്കണേ അല്ല. നഗരകത്തിരുത്തി കൊല്ലല്ലേ അല്ല. എല്ലാവരെ വിഷമം നീ കബൂലാക്കി കൊടുക്കണേ അല്ല.
ഹജ്ജിന് പോകാൻ പോകുന്നയാളെ അവരെ നീ ഹജ്ജ് നീ കബൂലാക്കി കൊടുക്കണ റഹ്മാനെ. ഈ നല്ലൊരു ദിവസമായിട്ട് നീ എല്ലാവരും ഈ പ്രാർത്ഥന കിട്ടുന്ന ദിവസമല്ലേ, നിന്നോട് എന്ത് ചോദിച്ചാലും അല്ല തരും അല്ലാ. എൻ്റെ ഈ ദുആ കബൂലാക്കിയ പോലെ എല്ലാവരും ദുആ നീ കബൂലാക്കണേ റഹ്മാനേ. അറിഞ്ഞോ അറിയാണ്ട് ഒരുപാട് ആളുണ്ട് ലോണും വാങ്ങിയിട്ട് ഒരുപാട് പലിശക്ക് വാങ്ങിയിട്ട് അല്ലാ നിവർത്തിക്കൊണ്ട് അല്ലാ. അല്ലാ കൊപ്പരക്ക് വില പറയുമ്പോൾ അല്ലല്ലോ അല്ലാ പറയുന്നേ. മുജാഹിദീനല്ലേ പുയ്യാപ്പളായിട്ട് എടുക്കുന്നേ, ചെറിയ പൈസക്ക് കച്ചവടാക്കാലോ. അതുകൊണ്ടല്ലേ അല്ലാ നീ ആരാന്ന് അറിയാണ്ട് കുറേ പാവങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുന്നു. നാളത്തെ കാര്യം അവർ നോക്കുന്നില്ല അല്ലാ. ആ പാവപ്പെട്ട ആൾക്ക് ഒരുപാട് മക്കളെ വായിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടാന്നല്ല. അങ്ങനെ കടാക്കി എല്ലാ തെറ്റും നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ റഹ്മാനായ നാഥാ. ആ മഹാപാപത്തിൻ്റെ 60 ലക്ഷം റുപ്യോളം കടമുണ്ടല്ല. ആ കടയത്തിൽ നീ എന്തെങ്കിലും ഒന്ന് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. ഈ എൻ്റെ ചങ്ക് മേലെ 10 നബീൻ്റെ മുകളിലുള്ള സ്ഥലത്തിൻ്റെ പേർക്ക് തല മേലോട്ടില്ല. നിങ്ങനെ എനിക്ക് 8-8.5 മാസം ഒന്നും കുടിക്കാണ്ട് ഇങ്ങനെയാണ് ആയി അല്ല. 11 മണിക്ക് വരുമെന്ന് പറഞ്ഞ് നിൻ്റെ ഒരു നഗല ഞാൻ കണ്ടിട്ടുള്ളതല്ല. എന്നിട്ട് 11 മണിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ട് നീ എൻ്റെ രോഗം രക്ഷിച്ച് എന്നെ ഒരുപാട് നീ പരീക്ഷിക്കും ചെയ്തിനല്ല. സ്വന്തമായിട്ട് വീടുണ്ടായിട്ട് കാര്യമില്ല അല്ല. 10 ഉറുപ്പ്യ ഉണ്ടെങ്കിലേ വില ഉള്ളൂ, ഇല്ലെങ്കിൽ നായ്ക്ക് സമല്ല. ഒരുപാടാൾ വിഷമിക്കുന്നുണ്ടല്ല, ഒരുപാടാൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ല. കുറേ ആൾക്ക് കിടക്കാൻ വരെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും പൈസ ഇല്ലാണ്ടുള്ള ആളുണ്ടല്ല. 100 ഉറുപ്പ്യ ഉണ്ടായാലും 1000 ഉറുപ്പ്യ ഉണ്ട്, 100 ഉറുപ്പ്യ എന്നുള്ള വലുത്. കാരണം 100 ഉറുപ്പ്യ ചെറുങ്ങിനെയാവുമല്ല. ഒരു 10 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 10 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ എല്ലാ രാജ്യത്തും പോകുന്നുണ്ട്. ആ 10 ഉറുപ്പ്യക്ക് ഒരു ഗ്ലാസ് ചായ വെള്ളം ഒരാൾക്ക് വാങ്ങിക്കൊടുത്താൽ അതിന് വില ഉണ്ടാവുമല്ല. ആ 10 ഉറുപ്പ്യക്ക് വില ഉണ്ടാകാൻ വേണ്ടിയല്ലേ കള്ളാസാന്നല്ല. നിൻ്റെ മക്കൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഈ 27 കഴിഞ്ഞ് 28 ഫിത്തർ സക്കാത്താന്നല്ല. ഫിത്തർ സക്കാത്തും ചരിയാന്നല്ല. അതില്ലാത്ത ആക്കാന്ന് കൊണ്ടു കൊടുക്കലാന്ന് എല്ലാം നല്ലത്. ഇല്ലാത്ത ഒരുപാട് പട്ടിണി അന്നം കാട്ടി ഇല്ലാത്ത ആളുണ്ട്, വൃക്കയില്ലാത്ത ആളുണ്ട്, കിഡ്നി ഇല്ലാത്ത ആളുണ്ട്, കിഡ്നിക്ക് കംപ്ലൈൻറ്റ് ഇല്ലാത്ത ആളുണ്ട്, കംപ്ലൈൻ്റ് ഉള്ള ആളുണ്ട്, പലതരം രോഗമുള്ള ആൾക്കാരും ഉണ്ടല്ല. എല്ലാവരും രോഗം നീ ശിഫിയാക്കി കൊടുക്കണേ അല്ല. എൻ്റെ രോഗം ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നീ ആഫിയത്തും ബർക്കത്തും എൻ്റെ മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചിട്ട് എനിക്ക് മാറിയാന്നല്ല. എന്നിട്ട് നീ എന്നെ ഒരുപാട് പരീക്ഷിച്ചല്ല. എന്നിട്ട് ഇതുപോലെ എനിക്ക് നിങ്ങളോട് വർത്താനം പറയാനോ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാനുള്ള നീ ആഫിയത്തും ബർക്കത്തും നീ തന്നില്ല അല്ല. കുറച്ച് നടക്കാൻ കഴിയുന്നില്ല എന്നല്ലേ ഉള്ളൂ. എന്നാൽ ഇങ്ങനെ ഇരുന്നിട്ട് നിന്നോട് മിഞ്ഞാന്ന് വരെ തീരെ കഴിയുന്നില്ല അല്ല. എല്ലാവരും രോഗം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. എത്ര അപകടങ്ങൾ എത്ര ഇതുണ്ട്. ആ എല്ലാ അപകടത്തിനും ആപത്തുനിന്നും നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. നാളെ എല്ലാവരും റഹ്മാനായ നാഥാ, നാളെ എല്ലാവരും മരണപ്പെട്ട് കിടക്കേണ്ടതാണല്ല. അല്ലാ നിന്നോട് ഞമ്മക്ക് ഞാൻ ചോദിക്കാന്നല്ലാണ്ട് വേറൊന്നും നിവൃത്തിയില്ല അല്ലാ. രോഗം തരുന്നതും മാറ്റുന്നതും നീ ഈ ഭൂമിയിലുണ്ടാകുമ്പം നിനക്കും ഞാനല്ല. നമ്മൾ ജനിക്കുമ്പം കരയുകയും പിന്നെ മരിക്കുമ്പോൾ സന്തോഷിക്കും എന്തുകൊണ്ടാന്നല്ല. അല്ലാ ഞാനക്ക് നീ നല്ലൊരു മോനെ തന്നല്ല. അവനെ നീ ഈമാനോട് വളർത്തണേ അല്ല.
നല്ല രീതിയിൽ വളർത്തണല്ല. ഈ ഇവിടെ ജീവിച്ചിട്ട് വേണം നിൻ്റെ അടുത്ത് വന്നിട്ട് പഠിക്കാനല്ല. അതുകൊണ്ട് നീ തന്ന സന്താനത്തിന് ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നല്ല. എൻ്റെ മോനെ നീ നോക്കണേ അല്ല. മരിക്കുമ്പോ അല്ല നീ എനക്കൊരു മോനെ തന്നല്ല. അത് അതിൻ്റെ സമയമാകുമ്പോൾ നിൻ്റെ അടുത്ത് ഞാൻ നീ വിളിച്ചല്ല. ഇനി നിൻ്റെ അടുത്താന്നല്ല അയക്കുന്നത്. അതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ അല്ലാ. അല്ലാ, അതുകൊണ്ട് അവിടെ നീ എൻ്റെ മോനെ ഈടെ ഒക്കെ നോക്കിയ പോലെ ആടി നോക്കണേ അല്ല. ഇനി നീയാണല്ല എൻ്റെ മോനെ നോക്കണ്ടേ അല്ല. നിൻ്റെ അടുത്ത് അയക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ അല്ല. എല്ലാ കുടുംബക്കാരും തെറ്റിപ്പിഞ്ഞാളെല്ലാം പറയുതാ നമ്മൾ അസീസ് മരണപ്പെട്ടു. അതോ ചീത്ത പറയുന്നവനാ എല്ലാവരും ഒത്തുകൂടും. മരിക്കുമ്പോൾ ഒരേ കരച്ചല്ലോ. എന്തൊരു കരച്ചല്. ഒരാൾക്ക് സുക്കേട് പിടിച്ചാൽ കരയില്ല, കൂട്ടിപ്പോവില്ല. ഏതെല്ലാം ആൾക്കാരെ കൂട്ടിപ്പോവുക. മരിക്കുമ്പോൾ എല്ലാവരും വരും. അതുവരെ സുഖമില്ലാത്ത ഒരാളും വരില്ല, ഒരു കുടുംബക്കാരും വരില്ല. റഹ്മാനായ നാഥാ, നീ എല്ലാവരും നീ കാത്ത് രക്ഷിക്കളല്ല. നിൻ്റെ മക്കളെ നീ തന്നെ നേർവഴിക്ക് വെക്ക്. ഈ കള്ളുകൂടിയെല്ലാം ജീവിച്ച് നല്ല രീതിയിൽ ജീവിക്കാനുള്ള നീ ആഫിയത്തും ബർക്കത്തും കൊടുക്കല്ല. എല്ലാ അപകടത്തുനിന്നും എല്ലാ ആപത്തുനിന്നും നീ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കല്ല. എല്ലാ തെറ്റും നീ പൊരുത്തപ്പെട്. കണ്ണേറ് മറ്റുള്ള ദോഷങ്ങളെല്ലാം പൊരുത്തപ്പെട്. എല്ലാവിധ റഹ്മത്തും ബർക്കത്തും ആരോഗ്യം ആഫിയത്തും ബർക്കത്തും ധനം എല്ലാവർക്കും കൊടുക്കുക. ആയുസ്സും ദീർഘായുസ്സും നീ ഇട്ട് കൊടുക്ക്. നാളെ ഒരാൾ വരുന്നുണ്ട്, 40 കൊല്ലം ഇവിടെ താമസിക്കും, ഒന്നിച്ച് കുട്ടികളാകും. എന്നിട്ട് വേണം അള്ളാഹ് ഞമ്മക്ക് അവിടെ പോയിട്ട് നബീൻ്റെ അടുത്ത് ഒരു കല്ലറുണ്ട്, അവിടെ പോയിട്ട് അടക്കാൻ വേണ്ടി ഒരാഴ്ച പട്ടിണിയായിരിക്കും മക്കളെ. ഒരാഴ്ച പട്ടിണിയായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ 10 സ്ഥലത്ത് എല്ലിച്ച് അള്ളാനെ മറന്ന് കളിക്കല്ല. ആരോട് കളിച്ചാലും അള്ളാനോട് കളിക്കാൻ കഴിയില്ല. പക്ഷെ അള്ളാൻ്റെ മുത്തു നബീനെ കൊണ്ട് അല്ല അവ്വാന്നാ വിളിക്കണ്ടേ. എൻ്റെ മോൻ്റെ പേര് മുഹമ്മദ് റിസ്വാൻ, മുഹമ്മദ് വിശ്വാസൻ. മലയാളത്തിൽ എത്തുമ്പോൾ റിസ്വാൻ, ഇംഗ്ലീഷിൽ എത്തുമ്പോൾ റിസ്വാൻ, അറബിയിൽ എത്തുമ്പോൾ പിന്നെ റെലുവാൻ. പാലോട്ടുള്ളിലെ ചെക്കന്മാരത്തെ പള്ളിയിൽ പോയിട്ടായിരുന്നു പേരിട്ടിന്. ഞാൻ തന്നെ റിലുവാൻ്റെ അർത്ഥം എന്നാ സംതൃപ്ത. അല്ല, എൻ്റെ ബസ്സിന് വരെ പൈസ വാങ്ങില്ല. ഒരുപാട് ആൾ ഭക്ഷണം ഇന്നലെയും വാങ്ങിത്തന്ന്. ഒരുപാട് ആൾ അവരില്ലാത്ത ആൾ തന്നെ തരുന്നു. ഉള്ള ആൾ 1 ഉറുപ്പ്യ തരുകയും ചെയ്യില്ല. റഹ്മാനായ നാഥ, അവരെന്തോ വിഷമമുണ്ട്, അതാണ് എനിക്ക് തരുന്ന ആ പാവങ്ങൾ. ബസ്സിന് പൈസ വാങ്ങില്ല, ചായക്കില്ല, ചോറ്റിനില്ല. ഒരാൾ ഇങ്ങോട്ടേക്കാണ് വാങ്ങുന്നത്. അല്ല ഇങ്ങോട്ടേക്കാണ് തരുന്നത്. എത്ര ആൾ വിഷമിക്കുന്നുണ്ട്. അവർ കഴിക്കാണ്ടല്ലേ തരുന്നത്. അല്ലാ, അവരെല്ലാ രോഗം നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. ഈ പുണ്യമായ ദിവസത്തുകൊണ്ട് അവരെല്ലാവരും വിഷമം നീ മാറ്റിക്കൊടുക്കണേ. എല്ലാവിധ ദോഷം നീ മാറ്റിക്കൊടുക്കണേ. തെരുവിൽ കിടക്കുന്നവരെ ഈ മഹാഭാവത്തിന് തന്നു. തീരെ കഴിയാത്ത ആൾ വരെ അവരെല്ലാ രോഗം നീ മാറ്റിക്കൊടുക്കണേ. എൻ്റെ രോഗം ശിഫിയാക്കിയ പോലെ നീ എല്ലാവരെയും മാറ്റിക്കൊടുക്കണം റഹ്മാനെ. കുടുംബവും അയൽവാസിയായിട്ട് എല്ലാവരും നല്ലതായിട്ടിരിക്കുക. എന്ത് ചീത്ത പറഞ്ഞാൽ എന്തായാലും ഒരു പെരുന്നാൾക്ക് മാത്രം പൊരിച്ച നോമ്പിനും പൊരുത്തപ്പെടുമെന്ന് പറയല്ലോ വേണ്ടേ. ഹജ്ജ് ചെയ്യുമ്പോൾ പൊടിപ്പിക്കണം, എന്നിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റൂ. ഇതാ പൊന്നു മക്കളെ, അള്ളാൻ്റെ ചോറ് കളയല്ലേ. ഒരാൾ കളയല്ലേ. ബിസ്മി കൂട്ടാൻ പറ്റി ഇടക്കിടക്ക് ബിസ്മി കൂട്ടിക്കോട്ടാ.
പിന്നെ നമ്മളുടെ മക്കളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പ്രാവശ്യം തുപ്പിയാൽ മതി കേട്ടാ. നമ്മളെ മക്കളെല്ലാം എല്ലാം ഇതാവും കേട്ടാ. ഖുർആൻ മുപ്പ് ഞാനും പഠിച്ച വലിയ പഠിപ്പൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം ഫുള്ള് വായിക്കുക നല്ല വെച്ചത്തിന് മെല്ലെ മെല്ലെ വേഗം ശരിയാവും കേട്ടാ. എല്ലാം പഠിക്കുക കേട്ടാ. എല്ലാവരും എനക്കും വേണ്ടി ദുആർക്കണം, ഞാനും നിങ്ങൾക്ക് ദുആർക്കുന്നുണ്ട് കേട്ടാ. എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഞാന് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഇത് അങ്ങോട്ട് അപ്ലോഡ് ആകുന്നില്ലെന്ന് ഇടാൻ വേണ്ടിയിട്ടാവും കേട്ടോ. എല്ലാവരും എന്നോട് പൊരുത്തപ്പെടണേ. എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിച്ചാൽ കാണിക്കണ്ടേ. ഭക്ഷണത്തിന് ട്രെയിനൊന്നും വേണ്ടപ്പോൾ നല്ല ഡോക്ടറെ കാണിക്കണ്ടെങ്കിൽ പൈസ വേണ്ടേ. 10-20 കിട്ടിയിരുന്ന കാര്യം. കുടിക്കോട്ടൊക്കെ വേണം, ബസ്സിന് 3 റുപ്യ ഉള്ളൂ. ചായയും കടിക്കൊന്നും പൈസ ഒന്നും വേണ്ട. എന്നാലും 50 റുപ്യ എൻ്റെ 5 ഗുളികൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ മതി. ഇല്ലേ കുഴപ്പമൊന്നുമില്ല. അല്ലാ നോക്കിക്കോ. ഇത്ര ഐസിട്ട് തന്നില്ലേ അല്ലാ. എല്ലാവർക്കും നീ നന്മ മാത്രം വരണേ അല്ലാ. ഈ ഉള്ളവൻ്റെ രോഗം മാറ്റിയ പോലെ എല്ലാവരും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. ഈ നല്ലൊരു പുണ്യമായ ദിവസം മുഹറം മാസം അല്ലാ, എല്ലാവരും തെറ്റ് നീ പൊരുത്തപ്പെടണേ. മരിച്ചവരെല്ലാവരും അല്ലാ നാളെ സ്വർഗത്തിൽ മുത്തുനബീൻ്റെ ഒന്നിച്ച് എല്ലാവരും ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് പോലെ എല്ലാവരും അതുപോലെ മുത്തുനബീൻ്റെ ഒന്നിച്ചിട്ട് എല്ലാവരും സ്വർഗത്തിൽ കിടക്കാനുള്ള നീ ആഫിയത്തും മുത്തുനബീൻ്റെ ഒക്കെ ഒന്നിച്ച് ഉറങ്ങാനുള്ള ആഫിയത്തും ബർക്കത്തും നീ തരണേ അല്ല. നീ എല്ലാവർക്കും കൊടുക്കണേ അല്ല. നമ്മളെ മാതാവ് പിതാവ് ഗുരു ഒക്കെ ഉണ്ട്. നമ്മളെ കാരണവന്മാരൊക്കെ മരണപ്പെട്ട എല്ലാവരും ഒരുമിച്ചിട്ട് അവിടെ സ്വർഗത്തിൽ മുത്തുനബീൻ്റെ ഒക്കെ ഉള്ള സ്വർഗത്തിൽ മുത്തുനബീൻ്റെ ഒക്കെ നിൽക്കാനുള്ള ആഫ്യത്തും ബർക്കത്തും നീ എല്ലാവർക്കും കൊടുക്കണേ അല്ല. എല്ലാവരുടെ രോഗം നീ മാറ്റി കൊടുക്കണേ അല്ല. എല്ലാവരുടെ വിഷമം നീ മാറ്റി കൊടുക്കണേ അല്ല. ഒരുപാട് ആൾ കഴിയാത്ത ആൾ എന്ത് ഉദ്ദേശമുണ്ടോ അത് തെറ്റൊന്നും നീ ഒന്ന് മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഈ റഹ്മാനെ അതാ എല്ലാവരുടെ രോഗം നീ മാറ്റി കൊടുക്കണേ അല്ല. അന്നെ എടുത്തിട്ടാലും എല്ലാവരുടെ രോഗം നീ മാറ്റി കൊടുക്കണേ റഹ്മാനാഥ. അന്നോട് ചെയ്തതിന് നീ തന്നെ കൊടുത്തു അല്ല. എന്നാലും എല്ലാവരും രോഗം നീ മാറ്റി കൊടുക്കണേ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും നീ എന്നെ വിചാരിച്ചിട്ട് നീ ആണല്ല. എന്നെ വിചാരിച്ചിട്ട് നീ എൻ്റെ രോഗം ശിഫിയാക്കി എല്ലാവരും രോഗം നീ ശിഫിയാക്കി കൊടുക്കണേ അല്ല. കിടക്കാൻ വീടില്ല. ഈ മഴയത്ത് മഴ നനഞ്ഞിട്ട് വീടിൻ്റെ തലയൊക്കെ ഓരോന്ന് കിടക്കുന്നു കാണും കരച്ചിൽ വരുന്നല്ല. അവർക്കെല്ലാം ഒരു കിടക്കാനുള്ള സ്ഥലം നീ ഒന്ന് ആക്കി കൊടുക്കണേ അല്ല. എന്തിനാന്ന് ഇങ്ങനെ കിടന്നിട്ട് എത്ര ആൾ ഇങ്ങനെ അങ്ങ് മരുഭൂമി പോയിട്ട് കഷ്ടപ്പെട്ട് മോക്ക് എതി കുറച്ച് ലാസ്റ്റ് കഞ്ഞിയും ഇല്ല ഒന്നുമില്ല. എന്നെ പോലെ തന്നെ ഞാൻ ആർക്കും എതി കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഞാനിരുന്ന് കഞ്ഞി കുടിക്കുന്നു. വാടക വേണ്ട, അത്രയേ ഉള്ളൂ. അല്ല എല്ലാവരും രോഗം നീ ഒന്ന് മാറ്റി കൊടുക്ക് റഹ്മാനായ. എന്താ എല്ലാവരും വിഷമം എന്തിനാന്ന് ആ മഹാഭാഗത്തിനല്ലോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അല്ല. ഓരോരാൾ മരണക്കിടക്കെല്ലാം നിൽക്കുന്നല്ല. എല്ലാവരും നീ രോഗം നീ മാറ്റി കൊടുക്കല്ല. വാഹനത്തിൽ കയറി ദൂരം പോയിക്ക് ഇടത് കാല് വെക്കുകയും ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എടുത്ത് മനോവിച്ചാൽ അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൽ നിഫാഖി വഹസിൻ ഫർജി മിനൽ ഫവാഹിഷ്. വരുമ്പോൾ വലത് കാല് വെക്കുമ്പോൾ ഉഫ്രാനക അൽഹംദുലില്ലാഹി റബ്ബിൽ ഉഫ്രാനക സുമ്മാപ്പെട്ട് തെറ്റിപ്പോയി വരുത്തപ്പോലെ അല്ല വരുത്തപ്പോലെ വേറെ കാര്യം. വരുമ്പോൾ വലത് കാല് ഉഫ്രാനക അൽഹംദുലില്ലാഹി ലദി അദ്ഹബ അന്നിൽ അദബ ആഫാനി എന്ന്. വാഹനത്തിൽ സുബ്ഹാനല്ലദി സഖർലന ആദാവമാക്കുന്ന ലവും ഇടതുകാലി വലതുകാലി വെക്കാൻ പാടില്ല കേട്ടാ. കാരണം വീണ്ടും ടയറിൻ്റെ അടിയിലാവും കേട്ടാ. സുബ്ഹാനല്ലദി പിന്നെ വലിയ അപകടമുണ്ട്. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാണ് കേട്ടാ 3 പ്രാവശ്യം. നബീൻ്റെ മുകളിൽ സലാത്ത് ഇല്ലാൽ നായി പോകും. ബാങ്ക് കൊടുക്കുമ്പോൾ പിന്നെ കുറുക്കം കാര്യം. പക്ഷെ വരാത്ത നായി തെരുവാട്ടിയും കൊടുക്കുമ്പോൾ ഉണ്ടല്ല, ഇതൊന്നും പറ്റില്ല. അല്ലാഹു അക്ബർ അല്ലാഹു 3 പ്രാവശ്യം പറഞ്ഞാൽ അത്രേ വേണ്ടു.
അള്ള കാത്ത് രക്ഷിക്കട്ടെ എല്ലാവരും. അല്ല കാത്ത് രക്ഷിക്കട്ടെ എല്ലാവരും. എന്നെ കാത്ത് രക്ഷിച്ച പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കുമല്ലോ, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും അള്ള ആഫിയത്തും ബർക്കത്തും കൊടുക്കട്ടെ. ഇതാ ഈ പുണ്യമായ ദിവസമാണ് ജനുവരി മാർച്ച് 4 വെള്ളിയാഴ്ച, ഫെബ്രുവരി 5 28 പിന്നെ ഞാനന്ന് പറഞ്ഞപ്പോൾ എന്നാലും അതുപോലെ തന്നെ ഈ ജൂലൈ ആഗസ്റ്റ് കർക്കിടക ഇന്ന് 2 ഇപ്പം 27 സഫർ 5 ഇത് റബീഉൽ അവ്വൽ. പിന്നെ അടുത്ത മാസം 24 റബീഉൽ ആഖിർ. ഇനി അത്രയേ ഉള്ളൂ. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടാ. ഈ മാസം നല്ലൊരു മാസം, എന്ത് പറഞ്ഞാലും അല്ലാതെ തരും ഉറപ്പ്. എന്നും ചെല്ലിയ കള്ളിനും ജയിക്കട്ടെ. അള്ളാൻ്റെ അടി കിട്ടും. സഹകരണ ബാങ്കിൽ നിന്നെല്ലാം നമ്മൾ 20,000 ഉറുപ്പ്യ ഇട്ടാൽ 3 ഉറുപ്പ്യ ആ പൈസ എടുത്തിട്ടാണ് പാവങ്ങളെ കൊല്ലുന്നു. അറിയാവോ? ഒരാൾ ലോൺ എടുക്കല്ലേ, നല്ല കടം വീട്ടി തരും, പക്ഷെ ലോണ് വീട്ടി തരില്ല. എല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ. എല്ലാവരും കള്ളുകൂടി എല്ലാം കുടുംബം എല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ. റഹ്മാനായ എല്ലാ അപകടത്തിനും എല്ലാ ഇതിന്നും അള്ള കാക്കട്ടെ. അല്ലാ അന്ന് ബാങ്ക് കൊടുത്ത് കുറച്ച് 101 സ്ഥലത്ത് എല്ലാം വേണ്ടിയിട്ടാണ്. അള്ളാൻ്റെ മുകളിൽ 10 സ്ഥലത്ത് മുത്തു നബീൻ്റെ മുകളിൽ 10 സ്ഥലത്ത് എഴുതിയിട്ട് കൊടുക്കാൻ നീ മാത്രമല്ല പോകണ്ടു. നാളെ മരിച്ച് കിടക്കണ്ടേ, ആടെ കിടക്കണ്ടേ, അത് നിങ്ങൾ ഓർക്കണ്ടേ. ഈ ഉള്ളതിനൊന്നും സഹായിച്ചിട്ടും സാരമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടാ. പണ്ടെല്ലാം ഇറച്ചിന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ വീട്ടിലാണ് കൊണ്ടു കൊടുക്കൽ കേട്ടാ. എല്ലാം ഒരാൾ വാങ്ങിയിട്ട് പോക്കാം. സക്കാത്തിൻ്റെ ആവശ്യം ഇല്ലാത്ത ആൾക്ക് കൊണ്ടു കൊടുക്കണം കേട്ടാ. അതാ വേണ്ട. 100 ഉറുപ്പ്യക്ക് ഒരു 10 ഉറുപ്പ്യ എത്രയല്ലേ വേണ്ടു. നമ്മളിപ്പം നിസ്കരിച്ചാൽ ഒരു 5 നേരം നിസ്കരിച്ചാലുണ്ടല്ല കൈയും ഇതും എല്ലാം ഇതാവും. പിന്നെ 5 നേരം ഒരു വ്യാഴം ഇങ്ങനെ മണങ്ങുന്നതിന്. അപ്പോൾ പിന്നെ തലവേദന, മറ്റുള്ള ഉടൽ വേദന, ഇങ്ങനെ കൂച്ചി പിടിക്കൽ എല്ലാം മാറും. ഡോക്ടറെയും കാണേണ്ട, ഒന്നും കാണില്ല. അതുമാത്രമല്ല, അള്ളാഹ്ക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ഞാൻ നിസ്കരിച്ചാൽ ആ ഒരു പുണ്യം കൂടിയുണ്ട്. എല്ലാവരും അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. റഹ്മാനായ ഇന്നും കുറേ കാര്യം പറയുന്നു. നീയുള്ളവന് കഴിയാത്തവന്നെ എന്തോ ഒരു സ്റ്റക്ക് ഉണ്ട് മൊബൈലിനകത്ത് ഇങ്ങനെ പറ്റുന്ന അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല. മിഞ്ഞാന്ന് ചെയ്ത പിന്നെ വാങ്ങും കൊടുത്ത്. അല്ലാ ഈ പായിരാക്കുള്ള നീ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാ. എൻ്റെ കണ്ണുനീര് നീ കാണണേ അല്ലാ. ഈ മുഹറം മാസം നല്ലൊരു ദിവസമായിട്ട് നീ കാണണേ അല്ലാ. എൻ്റെ നീ കണ്ണുനീര് നീ കാണണേ അല്ലാ. നീ കാണണേ അല്ലാ. എല്ലാവരും രോഗം നീ ശിഫിയാക്കി കൊടുക്കണേ റഹ്മാനായ നാഥ. നീ ശിഫിയാക്കി കൊടുക്കണേ. നീ ശിഫിയാക്കി കൊടുക്കണേ റഹ്മാനേ. നീ ശിഫിയാക്കി കൊടുക്കണേ റഹ്മാനേ. എല്ലാവരും രോഗം നീ ശിഫിയാക്കി കൊടുക്കണേ അല്ലാ. ഈ ഉള്ളവൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാ ഈ പായിരാക്കുള്ള പ്രാർത്ഥന നീ തട്ടിക്കളയല്ലേ അല്ലാ. നീ തട്ടിക്കളയല്ലേ അല്ലാ. നിന്റെ മക്കൾ
ഇതുപോയ എല്ലാ തെറ്റുകളും നീ ഈ നല്ലൊരു ദിവസമായിട്ട് നീ മാറ്റിക്കൊടുക്കണേ, നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാ, എല്ലാവരടുത്തും ഒരുപാട് ആൾ തെരുവട്ടി കടിച്ചിട്ട് വിഷബാധയിൽ നീച്ച് അല്ലാ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അല്ലാ. അല്ലാഹു അക്ബർ. അവരെല്ലാവരും രോഗം നീ മാറ്റിക്കൊടുക്കണ റഹ്മാനായ നാഥാ. ഈ ബൈക്കവടം വാഹനവടം എല്ലാവരും നീ അന്നെ കാത്ത പോലെ മലക്കുകൾ എല്ലാവരും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. നാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരണപ്പെടാനുള്ള ആഫിയത്തും ബർക്കത്തും നീ എല്ലാവർക്കും നീ കൊടുക്കണേ അല്ലാ. നമ്മൾ മുസ്ലിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നല്ല, ഇവിടുത്തെ കാര്യം നോക്കുന്നുള്ളൂ അല്ലാ. 2 ദിവസം ഇരുട്ടത്ത് കിടക്കുമ്പോൾ അള്ളാൻ്റെ വിലയറിയും അല്ലാ. നീ ഏകനാന്ന് എല്ലാം കാക്കുന്നവനും കേൾക്കുന്നവനല്ലാ. എല്ലാം കാണുന്നു നീ രോഗം തരുന്നു മാറ്റുന്നല്ലോ നീ തന്നെയാണല്ല. ഈ ഉള്ളവൻ്റെ പ്രാർത്ഥന നീ തട്ടിക്കളയല്ലേ അല്ല, നീ തട്ടിക്കളയല്ലേ അല്ല, നീ തട്ടിക്കളയല്ലേ അല്ല. അല്ലാ, മുത്തുനബീൻ്റെ 313 ഔലിയാക്കളെ വർക്കത്തുണ്ട്. മുത്തുനബീൻ്റെ നമ്മളെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 16 സഹാബികളെ വർക്കത്തുണ്ട്. എൻ്റെ ഈ അള്ളാൻ്റെ വർക്കത്തുകൊണ്ട് റഹ്മാനായ നാഥാ, ഇതാ അള്ളാ മുഹമ്മദ് ബിസ്മില്ലാഹി ഞാൻ പള്ളിയിൽ ഒട്ടിച്ച് അത് കീറിയിട്ട് ചാടിയതിനല്ല, അതിനുള്ള ശിക്ഷ നീ തന്നെ കൊടുക്കണ്ടേ അല്ല. അതിനുള്ള ഇത് ഖുർആൻ കത്തിച്ചിട്ടല്ലേ അല്ല കളിയണ്ടേ. നമ്മളെന്താ പഠിപ്പിച്ചിന് ഖുർആൻ്റെ കള്ളാസ് നല്ല പുണ്യമായ ഗ്രന്ഥാന്ന്. അത് ശരിക്കൊന്ന് വെക്കണം, അത് ലെവലായിട്ട് വെക്കണം, പൊന്നുപോലെ നോക്കണം, സ്വന്തം മക്കളെ പോലെ. ഒതുവില്ലാണ്ട് ഖുർആൻ ഓതാൻ പാടില്ല, പക്ഷെ യാസീൻ്റെ ഇത് ഒതുവില്ലാണ്ട് തൊടാം. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഒതു വേണം. ചരട് പോലും കെട്ടാൻ പാടില്ല, മോതിരിയുടെ ചെറുവയറില കെട്ടാവും. ഈ മഹാപാവ പിടിച്ച ആൾക്ക് അറിയില്ല. റഹ്മാനായ നാഥാ, ഈ ഉള്ളവൻ്റെ നീ ഫാത്തിഹ കേൾക്കണേ അല്ലാ. അല്ലാ 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 അല്ലാ. എല്ലാവരും നീ കാത്ത് രക്ഷിക്കണ റഹ്മാനേ, നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാ, കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാ, ഈ പാതിരാക്ക് 2 റക്അത്ത് നിസ്കരിച്ച് നിന്നോട് ദുആ ചെയ്യുന്നു. ഈ പാതിരാക്കുള്ള ഈ പ്രാർത്ഥന നീ തട്ടിക്കളിക്കല്ലേ റഹ്മാനേ, തട്ടിക്കളിക്കല്ലേ റഹ്മാനേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹ്, നീയാണ് നമുക്ക് തുണ.